എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇവിടെ കയറി വന്നതിന്റെ പേരിൽ നീ ഇത്ര അപമാനിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാനും നിന്നോടൊപ്പം വരിക. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. രമാമ മാത്രമല്ല, ഈ വീട്ടിലെ ചന്ദ്രാമ പോലും എന്നെ സ്വന്തം മോനെ പോലെയല്ലേ വളർത്തുന്നത്. എന്നെ വളർത്തി പഠിപ്പിച്ചു, ലോ കോളേജിൽ അയച്ചു. ഞാനിപ്പോ ഒരു യോഗ്യനായി നടക്കുന്നത് രമാമ കാരണല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞു വരുമ്പോ രമാമ പിന്നെ എന്റെ അമ്മയല്ലേ. ചിന്തിക്ക്, അവരെ ഞാൻ അമ്മയായിട്ട് കാണുമ്പോ ഇതെന്റെ വീടല്ലേ. അവരെന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോ ഇതെന്റെ വീടായിട്ടല്ലേ മറ്റുള്ളവരും കാണൂ. എങ്കി ഞാൻ ആദ്യം ചോദിക്കുമ്പോ തന്നെ തനിക്ക് എങ്ങനെ പറയാറുന്നില്ലേ? എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിച്ച്? കത്തി കഴുത്തിൽ വെച്ചിട്ട് ഓർക്കാപ്പുറത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ ആരായാലും വിരണ്ടു പോകത്തില്ലേ? കത്തി കാണിച്ച് പേടിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഉരുണ്ടളിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൊല്ലാൻ നിൽക്കുന്ന ഒരാളുടെ മുമ്പിലും എന്റെ തലയിലെ മെഡലോ ഒമ്പളങ്കട്ടയൊക്കെ ഉറക്കിയുണ്ടേ. അതെ ചിന്നു, അല്ല ഡ്രൈവർ പയ്യൻ എന്നോട് പറഞ്ഞത് കള്ളൊന്നുമല്ലല്ലോ? കള്ളൊന്നുമല്ല, സത്യ. ഈ വക്കീൽ പരീക്ഷ പാസ്സായവരുടെ ഇടയില് സത്യം പറയുന്നത് ഞാൻ മാത്ര. ചിന്നു, എന്നെ തനിക്ക് ശരിക്കും അറിയാവുന്നതല്ലേ? തൽക്കാലം ഞാനിത് വിശ്വസിക്കുന്നു. രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു, രക്ഷപ്പെട്ടു പറഞ്ഞില്ലേ? രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കത്തുമനെന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞത്. കത്തിയേക്കാൻ കൊണ്ടിരുന്നെങ്കിൽ സെപ്റ്റിക് ആയനെ. ഞാനാണെങ്കിൽ ടീറ്റിയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് 6 മാസമായി. എന്നെങ്കിലും താൻ എന്നോട് പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞ. ഇവള് വെറും കല്യാണിയല്ല, ചട്ടമ്പി കല്യാണിയാ. ഇവളെ പ്രേമിച്ച് എനിക്ക് തന്നെ കിട്ടണം. എന്ത് ചെയ്യാനാ? ഇഷ്ടായി പോയില്ലേ? ഇവളെ കൂടാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. മറ്റവളാണെങ്കിൽ എന്നെ വിടാതെ കഴുത്തി ചുറ്റിരിക്കുക. ഞാനിനി എന്ത് ചെയ്യും എന്റെ ഗുരുവായൂരപ്പ? ഞാൻ ഗുരുവായൂരപ്പനെ തന്നെ വിളിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ താങ്കളല്ലാതെ മറ്റാരും ഈ ലോകത്തില്ലാത്തതുകൊണ്ടാ. ഐശ്വര്യ, നീ ഇതെങ്ങോട്ടേ പോന്നേ? ഞാൻ പോവുന്നാണോ കുഴപ്പം? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ അമ്മ എന്നെ അപമാനിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഈ അപമാനമൊക്കെ സഹിച്ച് ഞാൻ ഈ വീട്ടിൽ കഴിയണോ? സത്യത്തില് ആ വന്നവരൊക്കെ ആരാ? വിരുന്നുകാര്. വീട്ടിലേക്ക് വന്ന വിരുന്നുകാരുടെ മുന്നിൽ വെച്ച് സ്വന്തം മകന്റെ ഭാര്യയെ കുറിച്ച് ഇത്രയും അപമാനിച്ചത് വളരെ മോശമായി പോയി. അതിന് ഞാൻ സോറി പറയുന്നു. അതൊക്കെ പോട്ടെ, നീ അത് വിട്ടുകളാ. അമ്മയുടെ സ്വഭാവ രീതികളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? അമ്മയുടെ ഓരോ പ്രവൃത്തികൾക്കും നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട എങ്ങനെയാ? ലീവ് ഇറ്റ്. സാറിനെ സ്നേഹിച്ച ഒരു തെറ്റിന്റെ പേരിൽ വീട്ടിലേക്ക് വരുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുന്നത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല സാർ. അമ്മയുടെ സ്വഭാവത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ പേരിൽ എന്റെ ഭർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഈ വീട്ടില് എനിക്ക് എന്തെങ്കിലും ഒരു വില കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രേമിച്ച പുരുഷനെ വിവാഹം കഴിച്ച സന്തോഷത്തില് നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ച ഞാൻ ഈ വീട്ടില് വലതുകാല് വെച്ച് കയറി വന്നത്. ഇപ്പൊ ഈ വീട്ടില് എനിക്ക് ഒരു സന്തോഷമില്ല. ഇനി അതെനിക്ക് കിട്ടാനും പോകുന്നില്ല. ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് ഈ വീട്ടിലുള്ളവർ അംഗീകരിക്കുന്നുണ്ടോ? ഇതെല്ലാം സഹിച്ച് ഞാൻ എന്തിനീ വീട്ടിൽ കഴിയണം?
ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാ. ഐശ്വര്യ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം. അമ്മയുടെ മുന്നിൽ എനിക്ക് വേണ്ടി നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല സാർ. എന്നെ വെറുതെ പറഞ്ഞ് പറ്റിക്കാനൊന്നും നോക്കണ്ട. ഞാൻ പോവാ, എന്നേക്കുമായിട്ട് പോവാ. ഇത് നിന്റെ അവസാന വാക്കാണോ? ഇതല്ലാതെ ഞാൻ വേറെ എന്താ ചെയ്യണ്ടേ സാർ? ഒരു മാന്യതയും വിലയില്ലാതെ ഒരു കോമാളിയെ പോലെ ഞാൻ ഇവിടെ താമസിക്കണോ? ആരെല്ലാം എന്നെ അപമാനിച്ചാലും സാറെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. സാർ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, സാറിന്റെ അമ്മ എന്നെ പരസ്യമായിട്ട് അപമാനിക്കുമ്പോ വെറും ഒരു പ്രതിമയെ പോലെ കേട്ടു നിൽക്കുമായിരുന്നോ? ഈ അവസ്ഥയിൽ ഞാനിവിടെ തുടരുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? ഹോസ്റ്റലിലെ താമസം ഇതിനേക്കാൾ എത്രയോ ബെറ്ററാ. ഞാൻ ഇവിടുന്ന് പോവാ. ശരി, ഇവിടുന്ന് പോവാം. നീ പോയിട്ട് എന്റെ ഡ്രസ്സും കൂടെ പാക്ക് ചെയ്യ്. നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവനാ ഞാൻ. നീ ഇങ്ങനെ കണ്ണീരും കയ്യുമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഇവിടെ കയറി വന്നതിന്റെ പേരിൽ നീ ഇത്ര അപമാനിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാനും നിന്നോടൊപ്പം വരിക. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. എന്തത്? ഇവരെ ഒന്ന് വരട്ടാന്ന് വിചാരിച്ചപ്പോ ഇവരും എന്റെ കൂടെ ഇറങ്ങി വരാന്നാണല്ലോ പറയുന്നത്. ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഇതിനകത്ത് കയറി പറ്റിയത് അങ്ങനെ അങ്ങ് വെറുതെ ഇറങ്ങിപ്പോവാനല്ലോ. സാറെന്തിനപ്പ എന്നോടൊപ്പം വരുന്നേ? നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ ജീവനാ. ഇപ്പൊ ഞാൻ എന്നോടൊപ്പം നിങ്ങളെ ഇറക്കിക്കൊണ്ടുപോയാൽ അവർക്ക് എന്നോടുള്ള പ്രതികാരം വീണ്ടും കൂടും. ഇപ്പൊ എന്നോട് കാണിക്കുന്ന വില പോലും പിന്നീട് ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി സാർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറ് സങ്കടപ്പെട്ട് ജീവിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റില്ല. എനിക്കത് സഹിക്കാനും പറ്റില്ല. എന്തായാലും ഒറ്റപ്പെട്ട ജീവിതം ഞാൻ ശീലിച്ചു പോയവളാ. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ജീവിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും.